നമസ്കാരം. സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് ഒരു മാസം പിന്നിടുമ്പോഴും മണിപ്പൂർ ഇന്നും അശാന്തമാണ്. സംഘർഷങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ഇടവേള ലഭിച്ചെങ്കിലും പൂർവാധികം ശക്തമായി തന്നെ അക്രമങ്ങളും വെടിവയ്പുമെല്ലാം അരങ്ങേറുകയാണ്. പ്രശ്നങ്ങളേറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചുരാചന്ദ്പൂരിനും സമീപ പ്രദേശങ്ങളിലുമാണ്. അക്രമങ്ങളിലേക്ക് എത്തിച്ചത് മണിപ്പൂർ ഹൈക്കോടതിയുടെ ഉത്തരവാണെന്ന് ഒറ്റവാക്കിൽ പറയാമെങ്കിലും ഒരു കലാപ സമാനമായ സാഹചര്യം അതിനു മുൻപേ നിലനിന്നതല്ലേ ഇത്ര വ്യാപകമായ അക്രമങ്ങളിലേക്ക് വഴിതെളിച്ചത്? മണിപ്പൂരിലെ ഈ അക്രമങ്ങളുടെ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും മുൻപ് ആ സംസ്ഥാനത്തിന്റെ സവിശേഷതകൾ അറിഞ്ഞിരിക്കണം. അത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ഭൂഘടനയും ജനസംഖ്യയുമെല്ലാം ഇതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, സംസ്ഥാനത്തിൻ്റെതായ ഗോത്ര സംരക്ഷണ നിയമങ്ങൾ പോലും കലാപത്തിലേക്ക് എത്തിപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. 2011 കാനേഷുമാരി അനുസരിച്ച് മണിപ്പൂരിലെ ജനസംഖ്യ 28.56 ലക്ഷമായിരുന്നു. നിലവിൽ ഇത് 36.49 ലക്ഷമായിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമല്ലാത്ത കണക്ക്. ഇതിൽ 53% മെയ്തേയി വംശജരാണ്. 34% ഗോത്രവർഗക്കാരുമാണ്. 34% വരുന്ന ഗോത്രവർഗക്കാരിൽ 24% നാഗകളാണ്. 16%തോളമാണ് കുക്കി വംശജർ ഉള്ളത്. മെയ്തേയിൽ ഭൂരിഭാഗവും ഹിന്ദു സമുദായക്കാരും ബാക്കി മെയ്തേയി പങ്കൽ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളുമാണ്. ഗോത്രവർഗങ്ങളിൽ ഭൂരിഭാഗവും ക്രൈസ്തവ സമുദായത്തിൽ ഉൾപ്പെട്ടവരാണ്. മണിപ്പൂരിൽ പട്ടികവർഗക്കാർക്ക് 21% സംവരണവും OBC-ക്കാർക്ക് 17%, പട്ടികജാതിക്കാർക്ക് 2%വുമാണ് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മെയ്തേയി വർഗക്കാരെ OBC വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് മെയ്തേയി വംശജരുടെ വർഷങ്ങളായുള്ള ആവശ്യം. എന്തുകൊണ്ടാണ് മെയ്തേയി വംശജർ ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് മണിപ്പൂരിന്റെ ഭൂമിശാസ്ത്ര ഘടനയും നിയമവുമൊക്കെ ഉൾപ്പെടുന്നത്. മെയ്തേയി വിഭാഗക്കാർ താമസിക്കുന്നത് ഇംഫാൽ താഴ്വരയിലാണ്. സംസ്ഥാനത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 10% മാത്രമാണ് ഇംഫാൽ താഴ്വര. അതായത് ജനസംഖ്യയുടെ 53% പേർ സംസ്ഥാനത്തിന്റെ 10% വരുന്ന ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഗോത്രവർഗക്കാരല്ലാത്തവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും താമസിക്കുന്നത് ഈ ഇംഫാൽ താഴ്വരയിൽ തന്നെയാണ്. ഇതിനു പുറമെയാണ് മ്യാൻമറിൽ നിന്നടക്കമുള്ള കുടിയേറ്റക്കാരുടെ അധിവാസം. മണിപ്പൂരിൽ ശേഷിക്കുന്ന 90% പ്രദേശങ്ങളിലെ താമസയോഗ്യമായ ഇടങ്ങളിലെല്ലാം ഗോത്രവർഗ വിഭാഗങ്ങളാണ് താമസിക്കുന്നത്. ഈ പ്രദേശങ്ങളെല്ലാം ഗോത്രവിഭാഗങ്ങൾക്കുള്ള സംരക്ഷിത പ്രദേശമായി നിലനിർത്തിയിരിക്കുകയാണ്.
സംരക്ഷിത പ്രദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഗോത്രവർഗത്തിൽപ്പെട്ടവർക്കല്ലാതെ ആർക്കും ഭൂമി വാങ്ങി അധിവസിക്കാനാകില്ല എന്നതാണ്. പട്ടികവർഗ പദവി ലഭിച്ചാൽ മാത്രമേ ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിപക്ഷ സമുദായമായ മെയ്തേയിക്കാർക്ക് പോലും ഭൂമി വാങ്ങിക്കാനാകൂ. ഇതാണ് പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമുന്നയിക്കാൻ മെയ്തേയി വിഭാഗക്കാരെ പ്രേരിപ്പിച്ച സുപ്രധാന കാരണം. കുക്കികൾ ഉൾപ്പെടുന്ന സമുദായങ്ങളുടെ ജനസംഖ്യാ വർധനവും മെയ്തേയി വിഭാഗത്തിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഗോത്രവിഭാഗത്തിലുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഭൂരിപക്ഷ സമുദായമായ മെയ്തേയിക്ക് ഭീഷണിയാകുമെന്ന വ്യാഖ്യാനങ്ങളും ഉയരുന്നുണ്ട്. Nothing, right? But just tell to everyone else that's right. Every community, Bugis, Nagas, everything, whatever. You better show your place. മണിപ്പൂർ അസംബ്ലിയിൽ നിലവിൽ 60 സീറ്റുകളാണുള്ളത്. ഇതിൽ 40 എണ്ണത്തിൽ മെയ്തേയി വിഭാഗക്കാരും 20 എണ്ണത്തിൽ ഗോത്രവിഭാഗങ്ങളുമാണ് മത്സരിക്കുന്നത്. ഗോത്രവിഭാഗത്തിന്റെ ജനസംഖ്യ വർദ്ധിച്ചാൽ ഈ 20 സീറ്റ് എന്നത് വീണ്ടും കൂട്ടി നൽകേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ സർക്കാരിൽ മെയ്തേയി വംശജർക്കുള്ള ആധിപത്യം കുറയും. സംവരണം വഴിയുള്ള ജോലിക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനോ നികുതി ഇളവിനോ വേണ്ടിയല്ല ഇവർ പട്ടികവർഗ പദവി ആവശ്യപ്പെടുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ് ആയാൽ മാത്രമേ സംരക്ഷിത പദവി ലഭിക്കൂ എന്നും അതുവഴി മാത്രമേ തങ്ങളുടെ ഭൂമിയും സംസ്കാരവും ജനങ്ങളുടെ സ്വത്വവും നിലനിർത്താൻ സാധിക്കൂ എന്നുമാണ് ഇവർ വാദിക്കുന്നത്. തങ്ങൾക്ക് മലമ്പ്രദേശങ്ങളിൽ ഭൂമി വാങ്ങാൻ വിലക്കുള്ളപ്പോൾ താഴ്വരയിൽ ഭൂമി വാങ്ങുന്നതിന് ഗോത്രവർഗക്കാർക്ക് യാതൊരു വിലക്കുമില്ല എന്നും അവർ വാദിക്കുന്നു. മെയ്തേയി വിഭാഗക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരാവശ്യമാണ് സംസ്ഥാനത്ത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് അഥവാ NRC നടപ്പാക്കണമെന്നത്. മണിപ്പൂരിലേക്ക് വലിയ തോതിലുള്ള അനധികൃത കുടിയേറ്റം നടക്കുന്നുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. നിലവിലെ സംഘർഷത്തിന് കാരണം മെയ്തേയി വിഭാഗക്കാർ പട്ടികവർഗ പദവി ആവശ്യപ്പെട്ടതല്ലെന്നും മറിച്ച് അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കാൻ കുക്കികൾ ശ്രമിക്കുന്നതാണെന്നും മെയ്തേയി അവകാശപ്പെടുന്നു. എന്നാൽ ജനിച്ചു വീണ മണ്ണിൽ നിന്ന് കുടിയിറക്കാൻ നോക്കുന്ന ഒരു ശ്രമവും അനുവദിക്കില്ലെന്ന് ഗോത്ര സംഘടനകളും ഉറച്ച നിലപാടെടുക്കുകയാണ്. കേൾക്കുമ്പോൾ മെയ്തേയി വിഭാഗത്തിന്റെ ആവശ്യം പ്രഥമദൃഷ്ട്യാ ശരിയെന്ന് എല്ലാവർക്കും വ്യക്തമാകും. പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു കോടതി ഉത്തരവിലൂടെ പരിഹാരം കാണാനാകുമോ? മണിപ്പൂർ ഹൈക്കോടതിയുടെ ആ നീക്കമാണ് ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ വഴിവെച്ചത്. പക്ഷെ മറ്റൊന്നുണ്ട്, ഈ വിധി യഥാർത്ഥത്തിൽ അവസാനത്തെ ഘടകം മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നല്ലേ? കാരണം കുക്കികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ മാർച്ചിലെ ആരംഭിച്ചിരുന്നു. More than 1,000 guns, more than 6,000, 7,000, what do you call, rounds. They were looted and the recovery is far less. Weapons are there in the hands of a large number of people. Situation is still extremely tense. Government is seen to be wanting to restore normalcy. We don't see any efforts in bringing back peace and harmony. Large number of places of worship. Figures start from 150 to almost 300. Churches have been burned down, demolished, destroyed, vandalized. A few temples have also been destroyed. Such things have not happened in independent India anywhere. The number is too big. And in this unfortunate situation, the Prime Minister is silent. Not a word from the Prime Minister.
സംരക്ഷിത പ്രദേശങ്ങളിൽ വനമേഖലകളിൽ നിന്നും അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നുവെന്ന പേരിൽ കുക്കികളുടേതടക്കമുള്ള പോപ്പി കൃഷിയും പാർപ്പിടങ്ങളും നിർമ്മിതികളുമെല്ലാം പൊളിച്ചു നീക്കി. മയക്കുമരുന്നിന്റെ വ്യാപനം കൂടി ഇല്ലാതാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിട്ടതെന്ന വിശദീകരണവും ഇതോടൊപ്പം നൽകി. രണ്ടാം തവണ അധികാരത്തിൽ വന്നത് മുതൽ ഗോത്രവർഗക്കാർക്ക് വിരുദ്ധമായ നയങ്ങൾ നടപ്പാക്കാനാണ് ബിരേൻ സിംഗ് ശ്രമിച്ചതെന്നാണ് ഗോത്രവിഭാഗങ്ങളുടെ ആരോപണം. ഗോത്രവർഗക്കാർ കാലങ്ങളായി താമസിക്കുന്ന പ്രദേശങ്ങൾ റിസർവ് വനമേഖലകളായി പ്രഖ്യാപിക്കുകയും അവരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്യുന്നു. ഇംഫാൽ ഈസ്റ്റിലെ ഗോത്രവർഗ കോളനികളിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവ പള്ളികൾ അനധികൃത ഭൂമിയിലാണെന്ന പേരിൽ പൊളിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളും ഗോത്രവർഗങ്ങൾ ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ അസംതൃപ്തി പുകയവെയാണ് മെയ്തേയ് വിഭാഗത്തിനെ പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. മെയ്തേയ് വിഭാഗം ആധിപത്യം പുലർത്തുന്ന സർക്കാരിന്റെയും മെയ്തേയ് വംശജനായ മുഖ്യമന്ത്രിയുടെയും ഗോത്രവർഗ വിരോധത്തിന്റെ പ്രതിഫലനമായാണ് ഇതിനെയെല്ലാം കുക്കികളും നാഗകളും ചിൻസും ഉൾപ്പെടുന്ന ഗോത്രവിഭാഗങ്ങൾ കണ്ടത്. 60 അംഗ നിയമസഭയിൽ കുക്കികൾ ഉൾപ്പെടുന്ന ഗോത്രവിഭാഗങ്ങൾക്കായി 20 സീറ്റുകളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. മണിപ്പൂരിന്റെ ചരിത്രത്തിൽ ആകെ 2 മുഖ്യമന്ത്രിമാർ മാത്രമാണ് മെയ്തേയ് വിഭാഗത്തിൽ ഉൾപ്പെടാഞ്ഞത്. ഈ കണക്കുകളെല്ലാം അതൃപ്തിയുടെ അടിത്തറ നേരത്തെ പാകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രകോപനത്തിനായി കാത്തുനിന്നു എന്ന പോലെ മെയ്തേയ് വിഭാഗത്തിന് ST പദവി നൽകാനുള്ള നീക്കത്തെ ഗോത്രവിഭാഗം, പ്രത്യേകിച്ച് കുക്കികൾ കണ്ടത്. ഇതോടെ നീക്കത്തെ ചോദ്യം ചെയ്ത് പ്രതിഷേധവുമായി കുക്കികൾ തെരുവിലേക്കിറങ്ങി. തങ്ങൾക്കനുകൂലമായ വിധി മാറ്റാൻ പ്രതിഷേധം ഇടയാക്കുമെന്ന ആശങ്കയിൽ മെയ്തേയും പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ ഇറങ്ങിയതോടെ അക്രമങ്ങൾക്ക് തുടക്കമായി. പോലീസിനെ ഉപയോഗിച്ച് തടയാനുള്ള ശ്രമങ്ങളെല്ലാം പാളിയപ്പോൾ നഷ്ടമായത് 70-ലേറെ ജീവനുകളാണ്. We would like to appeal to our friends, particularly who are demanding separate administration of Kuki inhabited area. So I would like once again request, please reconsider about your demand. It may be somewhere, it may be happen because of the misunderstanding, because of satisfaction or dissatisfaction. We should have to be sit together across the table. And let us find out some solution once for all. This is my humble request. State government, all sorts of intelligence sources is there. They are supposed to know. Not only state government, central government, they should have to be definitely this how it is happened and who are the main responsibility. That everything should be available in their hand.
No, you see, gone is gone. Past is past. Now, our mission is to restore normalcy in the state of Manipur, and there was no fight between the communities. There should not be fight between the community. It is purely with the government. When government try to do something, then resistance or acceptance is always there in all over the world. So it is the duty of the government to expedite the issues. So my earnest appeal to the people of the state, it is not between the community. Please do blame to the government, and whatever we the government can rectify, we'll do it. And please don't go beyond between the community. That's my earnest appeal. മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറ്റം സമ്മതിച്ചതുകൊണ്ട് സർക്കാരിന്റെ വീഴ്ചയല്ലാതായി മാറില്ല. ഇന്ത്യയൊട്ടാകെ മണിപ്പൂരിന്റെ കത്തുന്ന ദൃശ്യങ്ങൾ വേദനയോടെ കണ്ട് പങ്കുവച്ചു. അപ്പോഴും കേന്ദ്ര സർക്കാർ മൗനം തുടർന്നു. ഒടുവിൽ സംഘർഷം വന്ന് അയഞ്ഞ് കെട്ടടങ്ങുമെന്ന അവസ്ഥയിലേക്കെത്തി. ഇതോടെ അക്രമകാരികളെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ വൈകിയിറക്കിയുള്ള സൈന്യത്തിന്റെ സഹായത്തോടെ സർക്കാർ തുടങ്ങി. ഫലമോ വീണ്ടും സംഘർഷം ഉടലെടുത്തു. സംഘർഷം ഉച്ചസ്ഥായിയിൽ നിൽക്കവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒടുവിൽ മണിപ്പൂരിലെത്തി. എന്താണ് വൈകിയുള്ള ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം? സർക്കാരിൽ ഭൂരിഭാഗവും മെയ്തേയ് വംശജരാണെങ്കിലും ബിജെപിയിൽ തന്നെ പലരും സർക്കാരിന്റെ നടപടികളെ പരസ്യമായി എതിർക്കുന്നു. ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്നതാണ് ഈ നടപടികളെന്ന മുന്നറിയിപ്പാണ് ഇവർ നൽകുന്നത്. എന്നാൽ ഇതെല്ലാം പാടെ അവഗണിച്ച് പ്രകോപനപരമായ രീതി തുടരുകയാണ് മുഖ്യമന്ത്രി. No, just mass combing operations along with the helicopter surveillance has started, and we are trying to find out the culprits, those militants who are attacking the civilians. Around 33. കുക്കികൾ തീവ്രവാദികളാണെന്ന ഈ പരാമർശത്തെ പിന്നെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? എരുതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുകയല്ലേ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഈ പ്രസ്താവനയിലൂടെ നടത്തിയത്? മനുഷ്യാവകാശ ലംഘനങ്ങൾ അടക്കമുള്ള ആരോപണങ്ങൾക്കും ഈ പ്രതികരണം വഴി തുറക്കുകയാണ്. വിവിധ ഏറ്റുമുട്ടലുകളിലായി 33 കുക്കി ഭീകരരെ വധിച്ചുവെന്ന് അഭിമാന പുരസ്സരം അവകാശപ്പെടുമ്പോഴും അതിന് മറ്റൊരു വശമുണ്ട്. സർക്കാർ തന്നെ സംരക്ഷിക്കേണ്ട ജനവിഭാഗങ്ങളിൽ ഒരു കൂട്ടരെ വധിച്ചു എന്നത്. എന്തൊക്കെ ന്യായീകരണങ്ങൾ നികത്തിയാലും സർക്കാർ പരാജയപ്പെട്ടുവെന്ന വാദത്തെ ആരും എതിർക്കില്ല. സർക്കാരിനോടുള്ള അതൃപ്തി കുക്കികൾ മാത്രമല്ല വ്യക്തമാക്കുന്നത്. മ്യാൻമറിലെ കുക്കികളും ചിനുകളുമെല്ലാം ഇതിൽ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. സമീപ സംസ്ഥാനങ്ങളായ മിസോറാമും നാഗാലാൻഡും അസമും എല്ലാം ഈ സംഘർഷത്തിൽ ബാധിക്കപ്പെടുന്നുണ്ട്. ഗോത്രവർഗങ്ങൾ മണിപ്പൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, വടക്ക് കിഴക്കൻ മേഖലയാകെ വ്യാപിച്ചു കിടക്കുകയാണ് ഗോത്രങ്ങൾ തമ്മിലുള്ള ശൃംഖല. ഗോത്രങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ കൊണ്ട് എന്നും സംഘർഷഭൂമിയായ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആകെ ആശങ്കയുടെ കരുനിഴലിലാഴ്ത്തുകയാണ് മണിപ്പൂർ. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രാദേശിക പ്രശ്നമല്ല, വടക്ക് കിഴക്കൻ മേഖലയെ ആകെ ബാധിച്ചേക്കാവുന്ന ഒന്നാണ്. സംഘർഷങ്ങളെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുമെന്ന ബോധ്യം കേന്ദ്രത്തിനും ബിജെപിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എടുത്തുചാടിയുള്ള പ്രതികരണങ്ങളിലേക്ക് ബിജെപി കടക്കാത്തതും. तो स्पष्ट रूप से ये सामने ये बात आई कि कभी भी मैती समाज और कुकी समाज के बीच में कभी इस तरह का जो है झगड़ा कभी था ही नहीं. जब से भारतीय जनता पार्टी को ये समझ में आ गया कि दोनों समाज को जो है ध्रुवीकरण करा के बांट करके अपने राजनीतिक रोटी ये लोग सेक सकते हैं, तो इनके लिए सिर्फ सत्ता पाना उनको कोई मतलब नहीं है, देश से कोई मतलब नहीं है. खास तौर से ऐसे प्रदेश में
जो बॉर्डरिंग स्टेट है, पहले से ही बहुत सेंसिटिव रहा है। तो लगातार बीरेन्द्र सिंह जी के जो प्रदेश सरकार ने अलग अलग तरीके से दरारें पैदा की। कभी कुकी समाज के लोग को फॉरेस्ट से खाली कराया गया फॉरेस्ट एक्ट के नाम पर, कभी चर्चेस को तोड़े गए, कभी मैती और कुकी के बीच में जो है भाषा ऐसे शब्दों के प्रयोग हुए थे जो हमेशा जो उनको टोकने का जो कोशिश किया, इलीगल माइग्रेंट्स, नार्कोस, पॉपी कल्टीवेटर्स, इस तरह के शब्दों जो आप अपने देश के अनुसूचित जनजाति के लोग को इस तरह का जो है ओचे टिप्पणी बीरेन्द्र सिंह ने दिया। എത്രയൊക്കെ മുൻകരുതലുകൾ എടുത്താലും വർഗീയ സംഘർഷമാണ് ഉടലെടുത്തത്. ഇതിന്റെ കനൽ കെട്ടടങ്ങാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും. അതുവരെ ഇരു കൂട്ടരും തമ്മിൽ വീണ്ടും ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളേണ്ടതാണ്. ഇത് സാധ്യമായില്ലെങ്കിൽ മണിപ്പൂർ മാത്രമായിരിക്കില്ല കത്തുക, മിസോറാമും അരുണാചലുമെല്ലാം ആ പാതയിലേക്ക് നയിക്കപ്പെടും. സംഘർഷങ്ങൾ നിറഞ്ഞ ചരിത്രമാണ് വടക്കു കിഴക്കിൻ്റേത്. അതിൽ നിന്ന് പതിയെ മാറി വരുന്ന സമൂഹമാണ് പലപ്പോഴായി പലതരം അസ്വസ്ഥതകളിലേക്ക് വഴുതി വീഴുന്നതെന്നും ഓർക്കേണ്ടതാണ്.